അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇരുട്ട് കണ്ടിട്ട് ആരും പോകാൻ നിൽക്കില്ലേ, ഞാൻ വാതിൽ തുറന്നു തരികയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ഞാനൊരു വ്ളോഗും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു എന്താ പറയുക റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ചോറിനെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, ഞാൻ ജസ്റ്റ് ഒരു വിസിലാക്കിയിട്ട് അങ്ങനെ വെക്കാറാണ്. രാവിലെ എണിച്ചിട്ടാണ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക എന്നുള്ളത്. പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് എഗ്ഗും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ ഉമ്മ ബീഫ് കഴിക്കാത്തതുകൊണ്ടാണ് എഗ്ഗ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ബീഫ് ഉണ്ടായിട്ട് പിന്നെ എഗ്ഗ് എന്നൊന്നും ചോദിക്കേണ്ട, ഉമ്മ ബീഫ് കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മളിതാ എല്ലാം ടേബിളിലോട്ട് കൊണ്ട് വെച്ചു. കുട്ടികൾ എണിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ചോറ്, കാരണം നല്ല ആവി പറക്കണ ചോറാണ്. അപ്പോൾ രണ്ടുപേർക്കും ബീഫൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ഫുഡൊക്കെ അവിടെ സെറ്റാക്കി. പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്രീമി ഓട്സ്, ആഡിലൊക്കെ കാണുന്ന പോലെ. ഓട്സ് കഴിച്ച് അതിനോടൊരു മൊഹബത്ത് തോന്നാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങിയിട്ട്. കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകിയെടുക്കുകയാണ്. ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. നോമ്പ് വല്ലാണ്ട് ക്ഷീണം ബാധിക്കുന്ന പോലെ ഉണ്ടേനും. വെള്ളത്തിൻ്റെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. വിശപ്പൊന്നും അങ്ങനെയില്ല, പക്ഷെ വെള്ളം അമ്മാതിരി ചൂടാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് പുറത്തിറങ്ങുന്ന ആൾക്കാരിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇടയ്ക്ക്. എങ്ങനെയാണ് പണിയെടുക്കാൻ വേണ്ടി പിന്നെ പുറത്ത് അവർക്ക് ഇറങ്ങും വേണമല്ലോ. ഇക്കയും ഒക്കെ ഒരാഴ്ചയായിട്ട് എക്സിബിഷൻ്റെ അവിടെയാണ് കേട്ടോ. ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരിക്കും. പാവം തോന്നും കാണുമ്പോൾ അല്ല, ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്ത് ഞാനിതാ പോയി ഒന്ന് കിടന്നുറങ്ങി. എണീക്കുമ്പോഴത്തേന് എന്നെ സമയം 9 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ നമുക്ക് ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ തൊടി മൊത്തം അടിച്ചു വാരി. ഞാനൊരു 3-4 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ അടിച്ചു വാരാറ് കേട്ടോ. അടിച്ചു വാരുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, എന്താണെന്നറിയില്ല, ഓർമ്മയുണ്ടായില്ല. അപ്പോൾ കംപ്ലീറ്റ് അടിച്ചു വാരി ചെമ്മലയൊക്കെ ഒന്ന് കത്തിച്ചും ഒക്കെ വിട്ടു കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അതുപോലെ നമ്മളെടുത്ത് പയർ ചോപ്പ് ചെയ്യണതൊന്ന് കാണിച്ചു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ ഫുഡ് പ്രോസസ്സർ ഇതാണ്. അതിൻ്റെ ഈ ഒരു പ്ലേറ്റാണ് കേട്ടോ ഞാൻ എടുത്തത്, കണ്ടില്ലേ. അതിലോട്ട് എല്ലാ വെജിറ്റബിളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യണം, നമ്മുടെ മിക്സിയിൽ അതൊന്ന് ഫിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ജാറിങ്ങനെ വെക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരൊറ്റ കറക്ക്, ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഫസ്റ്റ് തന്നെ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും പറയാന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടോ. നമ്മൾ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നാക്കിൻ്റെ തുമ്പത്തുണ്ടാവും, പക്ഷെ അത് മറന്നു പോകും. അങ്ങനെ ഇതാണ് അതിൻ്റെ അവസ്ഥ, കണ്ടില്ലേ. നല്ല ഇതിൽ ചോപ്പായി കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പണ്ട് ഇങ്ങനെ നിന്ന് അരിഞ്ഞരിഞ്ഞ് കൂട്ടുമായിരുന്നു ഈ സംഭവം കയ്യിലുണ്ടായിട്ടും. പിന്നെ കല്യാണിക്ക് വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഇതിലൊന്ന് ട്രൈ ചെയ്യ് ചേച്ചി, നിന്ന് അരിഞ്ഞു കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ സംഭവം കൊള്ളായിരുന്നു. പിന്നെ തേങ്ങക്കെട്ട് ഉപ്പേരി സെറ്റാക്കിട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, അത്താഴത്തിന് ഒന്ന് ഉസ്താദുമാർക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമാണ് കേട്ടോ ഞാനതെല്ലാം ചെയ്യണത്. ഉപ്പേരി റെഡിയാക്കി, കറിയും റെഡിയാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം പോയി റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഉച്ചയാകുമ്പോൾ പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വൈബ് കിട്ടൂല, ഭയങ്കര ചൂടല്ലേ. അല്ലെങ്കിലേ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാരെ സമ്മതിക്കണം, നോമ്പ് എടുത്തിട്ട് എല്ലാം ഉണ്ടാക്കിയില്ലേ. പക്ഷേ എന്തോ പഠിച്ചോൻ നമുക്ക് അതിൻ്റെ ആരോഗ്യവും ഉഷാറൊക്കെ തരുന്നുണ്ട്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. 7 നോമ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ. പക്ഷെ എത്ര പെട്ടെന്നാണെന്നറിയോ നോമ്പ് പോണത്, അതാണ് എനിക്ക് അതിശയം. നോമ്പ് വന്ന് പറഞ്ഞാൽ 7 നോമ്പും കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ ചിക്കനൊന്നും ബോൺലെസ് പീസുകളിൽ നിന്ന് എന്താ പറയുക പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ.
കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് ആക്കുന്നത്. ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലഹാരത്തിന് ഈസിയാണ് കേട്ടോ. അതേപോലെ ജിനി എന്നും ചിക്കൻ പലഹാരം ഉണ്ടാക്കാൻ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. നമ്മളിവിടെ പത്തിരി ഇറച്ചിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പം നമുക്ക് ചിക്കൻ കൂടുതലും പലഹാരം പിന്നെ അത്താഴത്തിന് ഫുഡ് കഴിക്കാനും തന്നെയാണ് കേട്ടോ എടുക്കാറ്. വല്ലപ്പോഴും അല്ലേ കറിയൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ ചിക്കനൊന്ന് ആയിട്ടുണ്ട്, ഞാൻ അവിടെ അടച്ചന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പലഹാരത്തിനും അതുപോലെ തന്നെ ചിക്കനൊന്ന് ചുക്ക ഫ്രൈ ചെയ്തെടുക്കണം. ചുക്ക ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്ന ഒരു ഫ്രൈ, അത് ഈസി ഫ്രൈ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഓയിലൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനും പലഹാരത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഉള്ളി മുറിച്ച് കൂട്ടിയത്. ഇതും നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ ചെയ്യാം കേട്ടോ. ഞാനത് മറന്നുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ തക്കാളി കേട്ടോ, ഞാനിങ്ങനെ ഉള്ളിയൊക്കെ സ്ലൈസ് ആക്കുമ്പോൾ ബിരിയാണിക്കൊക്കെയാണ് ഞാൻ അങ്ങനെ സ്ലൈസ് ആക്കാറ്. പിന്നെ പലപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ എന്താ അത് യൂട്ടിലൈസ് ചെയ്യാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ മല്ലിയിലയും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബോൺലെസ് പീസൊക്കെ പുഴുങ്ങിയെടുത്തു. കുറച്ച് എല്ലുള്ള ഇറച്ചികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതിലോട്ട് നമ്മൾ ഒരു വല്യുള്ളിയും പിന്നെ 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി. ഇനി നമുക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ശേഷം ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിക്ക് പകരം. പിന്നെ ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ് കേട്ടോ. നെയ്യിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്, എണ്ണയിലല്ല. നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ എണ്ണയിലാണല്ലോ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറ്. പക്ഷെ നെയ്യിലൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രഷ് നെയ്യും കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ വേറെ ആയിരുന്നു. കളറില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട, നമ്മളിത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കളറൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് വറ്റിച്ചെടുക്കണം. വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിലത്തെ നെയ്യിൻ്റെയും പിന്നെ ആ ചിക്കൻ്റെ നെയ്യിൻ്റെയൊക്കെ പാടെ മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ വറ്റി ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോകും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, അത്താഴത്തിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിനി സ്നാക്കാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ്ങിന് ഉണ്ടാക്കുന്ന സംഭവത്തിൽ തന്നെ സമൂസയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി കേട്ടോ. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. ശേഷം ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ കേട്ടോ ചിക്കൻ്റെ. അത്രയും നേരം നമുക്കിത് ഇളക്കിയിട്ട് ഇനി നമുക്കിതിലോട്ടൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു മുട്ട കേട്ടോ. നമ്മൾ ഏത് കപ്പിനാണോ മൈദ എടുക്കുന്നത് ആ കപ്പിന് തന്നെ പാലെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു സ്പൂണ് ഓയിലും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഈ ബാറ്ററാണ് കേട്ടോ വേണ്ടത്. പിന്നെ 2 എഗ്ഗ് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 8 പീസ്. ഒരു എഗ്ഗ് 4ആയിട്ട്, 2 എണ്ണം അല്ല കേട്ടോ. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യായാലും കുഴപ്പമില്ല. ബാറ്ററിൻ്റെ പകുതി അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ ഫില്ലിങ്ങില്ലേ അത് ഇങ്ങനെ ആക്കി എടുക്കുക. എല്ലായിടത്തും നിറച്ച് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ആഡ് ചെയ്യാണ്ട് ഉള്ളി മാത്രം ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരട്ടെ പറഞ്ഞിട്ടാണ് ചിക്കൻ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച എഗ്ഗും എല്ലാവിടെയും വെച്ച് കൊടുക്കുക കേട്ടോ. എന്താ പറയുക, ഇത് ചിക്കൻ എഗ്ഗ് പോളാന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഞാൻ ചിക്കൻ്റെ ആ മിക്സ് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും തൂവി കൊടുക്കണം കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരു പ്ലേറ്റിലോട്ട് പതുക്കെ അങ്ങനെ തട്ടി എടുത്താൽ മതി. പിന്നെ ആ പ്ലേറ്റ് തന്നെ അങ്ങ് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നെക്സ്റ്റ് ഭാഗം നമുക്കിതുപോലെ കുക്ക് ചെയ്തിട്ട്
ഇട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മല്ലിയില ഇട്ടതാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിഷ് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ അത് മറന്നുപോയി. പിന്നെ ഇതാ നമ്മളിത് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു പോളുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ 8 പീസാക്കിയിട്ട് കഴിക്കാം കേട്ടോ. 8 പേർക്ക് കഴിക്കാം. നോമ്പായതുകൊണ്ട് നമ്മൾ ഭയങ്കര വലിയ പീസൊന്നും കഴിക്കില്ലല്ലോ. ഇതന്നെ 2 പീസായി കഴിഞ്ഞാൽ 2 പേർക്ക് കഴിക്കാം കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധികം ഓയിലൊന്നും ഇല്ലാത്തത് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ സമൂസയിൽ ഞാൻ സെയിം ഫില്ലിങ് തന്നെ നിറച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം സമൂസ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് എണ്ണ എടുത്തപ്പോൾ ആ പാക്കറ്റിൽ 3-4 ഷീറ്റ് ബാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫില്ലിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കംപ്ലീറ്റ് അങ്ങ് ആക്കിയെടുക്കുക, ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് ബാക്കി വെക്കണ്ട എന്ന്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സമൂസ, കരിയാത്ത സമൂസ കിട്ടിയിട്ടോ. ഏതോ ഒരു വീഡിയോയിൽ കുറച്ച് കരിഞ്ഞ സമൂസ ഉണ്ടായിട്ട് എൻ്റെ ഫ്രണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു, കരിഞ്ഞ സമൂസ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ഇച്ചിരിയൊക്കെ കരിഞ്ഞു പോകുന്നേ. നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെ നിൽക്കല്ലല്ലോ. ചിലപ്പോൾ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയേണ്ടി വരും. അങ്ങനെ സമൂസ ഫ്രൈ ആക്കി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് ഷെയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു, അതായത് ജീരകക്കഞ്ഞി കേട്ടോ. ബിരിയാണി കഞ്ഞി എന്നൊക്കെ പറയും പല ഭാഗങ്ങളിൽ. തമിഴ്നാട്ടിലൊക്കെ ശരിക്കും പെർഫെക്റ്റ് ബിരിയാണി തന്നെയാണ്. ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ അവർ. ബിരിയാണി കഞ്ഞി തന്നെയാണ്. മഞ്ഞ കളറിലൊക്കെയാണ് കേട്ടോ ആ കഞ്ഞി ഉണ്ടാവാറ്. അങ്ങനെ സർബത്ത് ഇതാ. ഇന്നലെ സർബത്ത് അത് മതിയോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. കുട്ടികൾക്ക് സർബത്ത് വലിയ ഇഷ്ടമല്ല. അതാ ഈ സർബത്ത് ഇന്ന് ബാക്കിയായിരിക്കും കേട്ടോ. കാരണം ഉമ്മയും ഉപ്പിയും, ഉമ്മ 2 ഗ്ലാസ് കുടിക്കും, ഇപ്പോൾ 1 ഗ്ലാസ്. ഞാൻ സർബത്ത് കുടിക്കാറുമില്ല. പിള്ളേർ അവരുടെ ചോയ്സ്, ചില സമയത്ത് കുടിക്കും, ചില സമയത്ത് കുടിക്കില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ എൻ്റെ പ്ലേറ്റിലോട്ട് നിറച്ചു. ബാങ്ക് കൊടുത്തു. ഞാനും ഉമ്മയും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇന്നലെ കമൻ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് വൈകിട്ടുണ്ട്. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും റിപ്ലൈ തരും കേട്ടോ. നാളെ ഈ വ്ളോഗ് കാണുമ്പോൾ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പിന്നെ പഴയ വ്ളോഗിനൊക്കെ കമൻറ്റ് ഇടുന്നവർക്ക് നോട്ടിഫിക്കേഷൻ എൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് എനിക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ അതിന് റിപ്ലൈ തരാറുള്ളത് കേട്ടോ. എന്താ റിപ്ലൈ തന്നില്ല എന്നുള്ള ഒരു ദേഷ്യ വിഷമമൊന്നും ഉണ്ടാവരുത്. പിന്നെന്താണ് ഇത്രയും ഫുഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളിതാ ഈ നോമ്പ് തുറന്ന ഈ ഒരു കഴിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിക്കുന്നില്ല. ഉപ്പാക്ക് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കും. നമ്മൾ വളരെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിന് ഫുഡ് ഉണ്ടാക്കുന്നത്. ചോറൊക്കെ വയ്ക്കുന്നത് പറഞ്ഞാൽ അളന്ന് വെക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ് ഫുഡ് കളയുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നോമ്പിന് കേട്ടോ. നോമ്പില്ലെങ്കിൽ നമ്മൾ എടുത്തങ്ങ് കഴിക്കാം കളയാണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് നോമ്പല്ലേ, അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കഴിക്കാനും പറ്റില്ലല്ലോ. ചോറൊന്നും ഞാൻ കഴിക്കുന്നേ ഇല്ല. ചോറൊക്കെ ഞാൻ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിതാ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.